പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് പങ്കുവെക്കാനുള്ള കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ ഓഗസ്റ്റ് 31 ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്ത് വെച്ച് നടത്താൻ പോകുന്ന ക്ലാഷ് ഇൻ പാരീസ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് പുതിയ മത്സരം കൺഫേം ചെയ്തതിനെ സംബന്ധിച്ചാണ്. ഈ പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് ആദ്യ മത്സരമായി കൺഫേം ചെയ്യുന്നത് സൂപ്പർ താരമായ ജോൺസിനെയും ലോഗൻ പോൾ എന്ന് പറയുന്ന സെലിബ്രിറ്റി പ്രൊഫഷണൽ റെസ്ലറും തമ്മിലുള്ള മത്സരമാണ്. ഒരു സിംഗിൾസ് മത്സരമായിട്ടാണ് ഈ ഒരു മത്സരം പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ്, നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സിൻ്റെ ഈ രണ്ടാമത്തെ തവണ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതിന് ശേഷമുള്ള ആദ്യ ചലഞ്ചർ ആരായിരിക്കും എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ നമുക്ക് മുന്നിലേക്ക് അവർ ഡെലിവർ ചെയ്തിട്ടുണ്ട്. അത് സൂപ്പർ താരമായ ഡ്രൂ മാക്കൻഡയർ ആണെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ജോൺസനെയും കോഡി റോഡ്സും ടീം ആയിക്കൊണ്ട് ലോഗൻ പോൾ, ഡ്രൂ മാക്കൻഡയർ തുടങ്ങിയവർക്കെതിരെ കളിച്ച ഒരു ടാഗ് ടീം മത്സരമാണ് കാണാൻ സാധിച്ചത്. 7 മിനിറ്റിന് താഴെ മാത്രമാണ് മത്സര ദൈർഘ്യം എന്ന് പറയുന്നത്. മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിച്ചു. ലോഗൻ പോളും ജോൺസനെയും ഫൈറ്റ് ചെയ്ത് ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ റിംഗ് സൈഡിൽ ഡ്രൂ മാക്കൻഡയർ ടൈറ്റിൽ എടുത്തുകൊണ്ട് കോഡി റോഡ്സിനെ ആക്രമിക്കുന്നു. അവസാനം കമൻറ്റേഴ്സ് ടേബിളിൻ്റെ അടുത്തേക്ക് തലയിലേക്ക് ഓടിച്ചെന്ന് ക്ലൈമോർ കിക്ക് കൊടുക്കുന്ന ഒരു മൊമെൻറ്റും കാണിച്ച് ബ്രൂട്ടലായിട്ടുള്ളൊരു ആക്രമണം കോഡി റോഡ്സിനെ നേരിട്ടു എന്നുള്ള രീതിയിലാണ് സ്മാക്ഡൗൺ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ ക്ലാഷ് ഇൻ പാരീസ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കോഡി റോഡ്സിൻ്റെ ചാമ്പ്യൻഷിപ്പിന് ഡ്രൂ മാക്കൻഡയർ ചലഞ്ച് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഡ്രൂ മാക്കൻഡയറിന് വിജയ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിലവിൽ കോഡി റോഡ്സിന് കിട്ടുന്ന ഒരു പുഷ് അനുസരിച്ചും കോഡി റോഡ്സ് നിലവിൽ ഫേസ് ഓഫ് ദി കമ്പനി എന്ന നിലയിൽ നിൽക്കുന്നത് കൊണ്ടും ഡ്രൂ മാക്കൻഡയറിന് വിജയ സാധ്യത കുറവാണെന്ന് പറയേണ്ടി വരും. ഇനി ഒരു സ്റ്റോറിയുടെ പോക്ക് അനുസരിച്ച് മറ്റ് ഡീറ്റെയിൽസ് ഇനി വരുന്ന ദിവസങ്ങളിൽ പങ്കുവെക്കാം. മൂന്നാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് ഓവറോൾ ജോൺസന എന്ന് പറയുന്ന സൂപ്പർ താരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് തയ്യാറാക്കിയ എപ്പിസോഡാണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ട്. സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്നത് സീനയുടെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. സ്മാക്ഡൗൺ എപ്പിസോഡ് അവസാനിക്കുന്നത് സീനയുടെ ടാഗ് ടീം മത്സരത്തിലൂടെയാണ്. അതിനിടയിൽ സീനയുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഫണ്ണി ആയിട്ടുള്ള, രസകരമായിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. സീന ബാക്ക് സ്റ്റേജിലൂടെ നടന്നു വരുമ്പോൾ ട്രൂത്ത് എന്ന് പറയുന്ന സൂപ്പർ താരത്തോട് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ട്രൂത്ത് പോയിട്ട് സീനയോട് സംസാരിക്കുന്നുണ്ട്. സീന ഹീറോ ഗിമിക്കിലേക്ക്, സൂപ്പർ സീന ക്യാരക്ടറിലേക്ക് വന്നതിനോട് ട്രൂത്തിന് വലിയൊരു സന്തോഷമുണ്ട് എന്നുള്ളത് ട്രൂത്ത് പറയുന്നു. നീ തിരിച്ചു വന്നാൽ ഞാനും തിരിച്ചു വരും എന്നുള്ളതും ട്രൂത്ത് സീനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പിന്നീട് ജോൺസന പറയുന്നത്, നീ എന്തിനാണ് ഈ 5 മാസം ആളുകളെ വെറുപ്പിച്ചത്, റെസ്ലിങ്ങിനെ നശിപ്പിക്കാൻ നോക്കിയത്, നീ എന്തിനാ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയത്, നീ എന്തിനാ ആ യൂറോപ്പിലെ കുട്ടിയെ കരയിപ്പിച്ചത് എന്നൊക്കെ. ഇതെല്ലാം ജോൺസനെയാണ് അദ്ദേഹത്തിൻ്റെ വില്ലൻ കഥാപാത്രത്തിൽ നിന്നുകൊണ്ട് ചെയ്തത്. അത് ഒറ്റയടിക്ക് ഇന്നത്തെ സെഗ്മെൻറ്റോട് കൂടി ട്രൂത്തിൻ്റെ തലയിലേക്ക് ജോൺസന ഇട്ട് കൊടുക്കുകയായിരുന്നു. ട്രൂത്ത് അതിശയത്തോടു കൂടി നോക്കി നിൽക്കുന്നതും ജോൺസന ഓരോ വാക്കുകൾ പറയുമ്പോഴുള്ള സീനയുടെ മുഖഭാവവും വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു സെഗ്മെൻറ്റും ഈ ജോൺസന, ട്രൂത്ത് തുടങ്ങിയവരുടെ ഫേസ് ടു ഫേസ് വരുന്ന ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. കാരണം മില്യൺ കണക്കിന് വ്യൂസ് അതിപ്പോൾ ട്വിറ്റർ എന്ന് പറയുന്ന എക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലായാലും ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും മില്യൺ കണക്കിന് ഈ വ്യൂസ് ഇതിനോടകം തന്നെ നേടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറവർക്ക് ഇഷ്ടമാണ് ഇത്തരത്തിലുള്ള ഒരു ഫണ്ണി സെഗ്മെൻറ്റ്. അത് അതിഗംഭീരമായിട്ട് സിനിമയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നത്തെ സ്മാക്ഡൗണിൽ ട്രൂത്തിൻ്റെ ഒപ്പം ചെയ്തിട്ടുമുണ്ട്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ്, ബ്രോക്ക് ലെസ്നർ എന്ന സൂപ്പർ താരം എന്തുകൊണ്ട് സ്മാക്ഡൗൺ എപ്പിസോഡിൽ അപ്പിയറൻസ് നടത്തിയില്ല എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ജോൺസനയുടെ ഓഗസ്റ്റ് 31 നടക്കുന്ന ക്ലാഷ് ഇൻ പാരീസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലെ എതിരാളിയായിട്ട് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ബ്രോക്കിനെയായിരുന്നു. പക്ഷേ ലോഗൻ പോളിനെയാണ് ജോൺസന സെലക്ട് ചെയ്തത്. അപ്പോൾ ലോഗൻ പോൾ എന്ന് പറയുന്നത് നിസ്സാരക്കാരനായിട്ടുള്ള ഒരു ഒപ്പോണൻ്റ് അല്ല. നല്ലൊരു പ്രകടനം ലോഗൻ പോളിൻ്റെ ഭാഗത്തു നിന്ന് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ പ്രതീക്ഷിക്കാം. പക്ഷേ ബ്രോക്ക് ലെസ്നറിന് ഒട്ടനവധി ആരാധകരുണ്ട്. ബ്രോക്കിൻ്റെ തിരിച്ചുവരവ് സൂപ്പർ താരമായ ജോൺസണയ്ക്കെതിരെ ആയിരിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷകൾ തെറ്റിയപ്പോൾ ആരാധകർക്കിടയിൽ ചില മുറുമുറുപ്പുകൾ ഉണ്ട് എന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പോലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോകളിലും അങ്ങനെയാണ് പങ്കുവെച്ചത്. നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമാണല്ലോ ഇപ്പോൾ ട്രിപ്പിൾ എച്ച് WWE എന്ന് പറയുന്ന ഷോകളിലൂടെ നമുക്ക് സമ്മാനിക്കുന്ന ഓരോ റിസൾട്ടുകളും മറ്റ് ഡീറ്റെയിൽസും. അപ്പോൾ ബ്രോക്ക് ലെസ്നർ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ, ജോൺസന സൂപ്പർ സീന ഗിമിക്കിലേക്ക് തിരികെ വന്നതിന് ശേഷം അദ്ദേഹം ആദ്യ മത്സരത്തിൽ കോഡി റോഡ്സിനോട് ആ ചാമ്പ്യൻഷിപ്പ് തന്നെ പരാജയപ്പെട്ടു. പിന്നീട് ബ്രോക്കിനെതിരെയാണ് മത്സരിക്കുന്നത് എന്നുണ്ടെങ്കിൽ സീന പരാജയപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ബ്രോക്കിൻ്റെ 2 വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യ മത്സരമാണ്. അതിൽ ബ്രോക്കിനെ പരാജയപ്പെടുത്താൻ അവിടെ ഒരു സാധ്യത കാണുന്നില്ല.
ഇതിനിടയിലെ മത്സരങ്ങൾ ജോൺസിനെ വിജയിപ്പിച്ച് ജോൺസിന ഒരു സൂപ്പർ സീന ഗിമിക്കിൽ വിജയങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ബ്രോക്കിനെതിരെയുള്ള ഒരു മത്സരം കൊടുക്കുക. അപ്പോൾ സീന നല്ലൊരു മൊമെൻറ്റത്തിൽ നിൽക്കുന്നു, ബ്രോക്കാണെങ്കിൽ നല്ലൊരു മാസ് ക്യാരക്ടറിലും നിൽക്കുന്നു. അങ്ങനെ ഒരു ഫൈറ്റ് വരുമ്പോൾ ആരാധകർ രണ്ട് തട്ടിലേക്ക് പോകും. ബ്രോക്കിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാകും, ജോൺസിനയുടെ ഭാഗത്ത് നിൽക്കുന്നവരും ഉണ്ടാകും. ജോൺസിനയുടെ കരിയറിലെ അവസാന പ്രീമിയം ലൈവ് ഇവൻറ്റിലെ മത്സരമാക്കി ബ്രോക്കിനെതിരെയുള്ള മത്സരം കൊടുക്കുമ്പോൾ ആ മത്സരത്തിന് വലിയൊരു ബിസിനസ് സാധ്യതയുണ്ട്. അപ്പോൾ അതായിരിക്കാം മിക്കവാറും പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കുക. സീനയുടെ അവസാന എതിരാളി ബ്രോക്കാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സീനയുടെ അവസാന പ്രീമിയം ലൈവ് ഇവൻറ്റിലെ എതിരാളിയായിട്ട് ബ്രോക്കിനെ കാണിക്കാനും സാധ്യതയുണ്ട്. സീനയുടെ റിട്ടയർമെൻറ്റ് മാച്ച് നടക്കാൻ സാധ്യത കൂടുതൽ ഡിസംബർ മാസത്തിൽ നടക്കുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഷോയിലാണ്. അപ്പോൾ അതിൽ എന്തായാലും ബ്രോക്ക് വേഴ്സസ് സീന മത്സരം നടക്കില്ല, പ്രീമിയം ലൈവ് ഇവൻറ്റിൽ മാത്രമേ നടക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ജോൺസണയുടെ റിട്ടയർമെൻറ്റ് മാച്ച് മറ്റൊരു റെസ്ലറിന് എതിരെയായിരിക്കും, പക്ഷേ ഫൈനൽ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ മാച്ച് ബ്രോക്കിന് എതിരെയായിരിക്കും. അപ്പോൾ സൂപ്പർ സീന എന്ന് പറയുന്ന ഗിമിക്കിൽ തിരികെ വന്ന ജോൺസിന ഒറ്റയടിക്ക് ബ്രോക്കിനോട് പരാജയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ക്ലാഷ് ഇൻ പാരീസ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ജോൺസിനയുടെ എതിരാളിയായിട്ട് ബ്രോക്കിനെ ഇട്ട് കൊടുക്കാതിരുന്നത്. അപ്പോൾ ജോൺസിനയുമായിട്ടുള്ള ഒരു സ്റ്റോറി ആരംഭം കുറിച്ചിട്ടുള്ള ബ്രോക്ക് അതിനിടയിൽ വന്ന് സെഗ്മെൻറ്റുകൾ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ജോൺസിനയ്ക്കെതിരെയുള്ള മത്സരത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമായിരിക്കും ബ്രോക്ക് ലെസ്നർ ഇനിയൊരു തിരിച്ചുവരവ് നടത്താൻ പോകുന്നത്, അതും ജോൺസിനയെ ആക്രമിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ അതുവരെ ജോൺസണയുടെ മറ്റ് സ്റ്റോറികൾ നടക്കും, അതിനിടയിലൊന്നും ബ്രോക്കിൻ്റെ ഒരു അപ്പിയറൻസ് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ടാണ് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ബ്രോക്ക് വരാതിരുന്നത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.